إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا ودانية عليهم ظلالها وذللت قطوفها تذليلا اتقوا الله عباد الله അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടും വിധം ജീവിച്ച് പോരണേ എന്ന് എല്ലാവരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് പരലോകത്ത് തലക്ക് മുകളിലായി കത്തിച്ചൊരിച്ചു നിൽക്കുന്ന സൂര്യൻ, ആ സൂര്യന്റെ കൊടും ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ ചൂട് സഹിച്ചുകൊണ്ട് വിയർത്തൊലിക്കുന്ന മനുഷ്യന് രക്ഷയാകാൻ, തുണയാകാൻ അള്ളാഹു നൽകുന്ന പ്രത്യേകമായ തണലല്ലാത്ത മറ്റൊരു തണലും ഇല്ലാത്ത ഒരു സന്ദർഭം. 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു അവരുടെ അർശിന്റെ തണൽ വിരിച്ചു കൊടുക്കുന്നു. അവർക്ക് മാത്രമാണ് കഠോരമായ പരലോകത്തിലെ ആ ചൂട്, വിയർത്തൊലിക്കുന്ന ആ ഒരു രംഗം, അവയിൽ നിന്ന് ആശ്വാസം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നത് സംബന്ധമായിരുന്നു. നമ്മൾ പറഞ്ഞു, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫി ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. ഒന്ന്, ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി, നേതാവ്. വശാബുൻ നശാ ഫി ഇബാദത്തില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ, തന്റെ യുവത്വം പടച്ചവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടി വിനിയോഗിച്ച ഒരു വ്യക്തി. വറജുലുൻ മുതഅല്ലഖുൻ ഖൽബുഹു ബിൽ മസ്ജിദ്. മൂന്നാമതൊരാൾ, അദ്ദേഹത്തിന്റെ മനസ്സ് ഉടക്കി വെച്ചിരിക്കുന്നത്, മനസ്സ് ബന്ധപ്പെടുത്തി ഇരിക്കുന്നത് പള്ളിയുമായിട്ടാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തി.
ഇദാ ഖറജ മിൻഹു ഹത്താ യഊദ ഇലൈഹി, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തിരിച്ച് പള്ളിയിലേക്ക് എത്തിച്ചേരുന്നത് വരെ മനസ്സ് വല്ലാത്തൊരു ആശയിൽ, വല്ലാത്ത ഒരു അഭിലാഷത്തിൽ പള്ളിയുമായി ബന്ധപ്പെടണമെന്ന ചിന്തയോടുകൂടി കഴിച്ചുകൂട്ടുന്ന ഒരു വ്യക്തി. നാലാമത്തത് അള്ളാഹുവിന്റെ പേരിൽ പരസ്പരം യോജിക്കുകയും സുഹൃത്തുക്കളാവുകയും സ്നേഹിതന്മാരാകുകയും ബന്ധപ്പെടുകയും ചെയ്ത് പലപ്പോഴും പിരിയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാരണത്താൽ തന്നെ പടച്ചവനെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പിരിയുകയും ചെയ്തവർ എന്നിങ്ങനെയുള്ള 4 വിഭാഗത്തെ നമ്മൾ പരിചയപ്പെട്ടു. അടുത്തതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാഹു ബിദ്ദുമൂ മിൻ ഖശിയത്തില്ലാഹ്. വേറൊരു മനുഷ്യനുണ്ട്, അവൻ ഒറ്റക്കിരുന്ന് ആലോചിക്കുന്നു തന്റെ റബ്ബിനെ സംബന്ധിച്ച്. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. ഇരുന്നും നടന്നും കിടന്നും ഒക്കെ തന്റെ റബ്ബിനെ സംബന്ധിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നവർ, ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നവർ, തനിക്ക് അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നവർ, എന്നിട്ട് കരയുന്നവർ, എന്നിട്ടവർ പറയുന്നു, പടച്ചവനെ, ഇവയൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, വെറുതെ അങ്ങ് സൃഷ്ടിച്ചതല്ല, കാരണങ്ങളുണ്ട്. എനിക്ക് വേണ്ടി, എന്റെ സമൂഹത്തിന് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി ഉപകാരപ്പെടും വിധത്തിൽ ഒരുപാട് നന്മകൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് പടച്ചവനെ നിന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ പടച്ചവനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടോ? അവരും അള്ളാഹുവിന്റെ അർശിന്റെ തണലിൽ ലഭിക്കുവാൻ അർഹരായിട്ടുള്ള ആളുകളാണ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന ആളുകൾ, ഒറ്റയ്ക്കിരുന്നു കൊണ്ട് പടച്ചവനെ ഓർക്കുന്ന കണ്ണുകളുണ്ടോ? ആ കണ്ണുകൾ നരകം ബാധിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ യലിജുന്നാർ, നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല. നാറ റജുലൻ, ഒരു മനുഷ്യൻ, ബക്കാ മിൻ ഖശിയത്തില്ലാഹി, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞവനാണ്. നമുക്ക് കരച്ചിൽ വരാറുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ടവർ മരണപ്പെടുമ്പോ, വീട്ടിൽ പട്ടിണിയാണെന്നറിയുമ്പോ, കുട്ടികൾക്ക് രോഗമാണെന്നറിയുമ്പോ, സ്വദേശത്ത് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളാണെന്നറിയുമ്പോ നമ്മുടെ കണ്ണുകൾ ഈറണയ്യാറുണ്ട്, നമ്മൾ കരഞ്ഞു പോകാറുണ്ട്. നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത് നമ്മൾ കരയാറുണ്ട്, അവർക്കുള്ള പ്രയാസങ്ങൾ ഓർത്ത് കരഞ്ഞു പോകാറുണ്ട്. പക്ഷേ പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട്, പടച്ച റബ്ബിന്റെ അടുക്കിലേക്ക് മടങ്ങേണ്ടവരാണ് ഞാനെന്ന ചിന്തയെ ഓർത്തുകൊണ്ട്, ആ ചിന്തയിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയാൻ സാധിക്കാറുണ്ടോ? അങ്ങനെ പടച്ചവനെ സംബന്ധിച്ച് ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണുകൾ നരകത്തിലേക്ക് പോകില്ല. ആ കരഞ്ഞിയ കണ്ണുകൾ, പടച്ചവനെ ഓർത്തോർത്തുകൊണ്ട് കരഞ്ഞിയ കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണുകളെ നരകത്തിന്റെ തീയേൽക്കുകയില്ല, നരകത്തിന്റെ തീ ബാധിക്കുകയില്ല. ഏതുപോലെ എന്നറിയാമോ? അകിട്ടിലേക്ക് കറന്നെടുത്ത് അകിട്ടിലേക്ക് വീണ്ടും പാലിനെ തിരിച്ചയക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ആടിനെ അറുത്തപ്പോ, പശുവിനെ അറുത്തപ്പോ നിങ്ങൾക്ക് പാല് ലഭിച്ചു. ആ പാല് വീണ്ടും അകിട്ടിലേക്ക് ആക്കാൻ, തിരിച്ചയക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധ്യമല്ല. ഇതേപോലെ പടച്ചവനെ ഓർത്ത കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണുകൾ നരകത്തിലേക്ക് പോവുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ പറഞ്ഞു, ഐനാനി, 2 കണ്ണുകളുണ്ട്, 2 തരത്തിലുള്ള കണ്ണുകളുണ്ട്. ലാ തമസ്സഹുമന്നാർ, ആ കണ്ണുകളെ നരകം ബാധിക്കുകയില്ല. ഏതാണ് ഒന്നാമത്തെ കണ്ണെന്നറിയാമോ? ഐനൻ ബക്കത്ത് മിൻ ഖശിയത്തില്ല, പടച്ചവനെ ഓർത്തുകൊണ്ട്, പടച്ചവന്റെ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട്, പടച്ചവന്റെ ശിക്ഷയെ ഓർത്തുകൊണ്ട്, പരലോകത്തേക്ക് പോകേണ്ടതിനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണുകൾ. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് കിടക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിന്റെ അരികത്ത് നിന്ന് എഴുന്നേൽക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലയോ? റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശരീരം തൊട്ടുരുമ്മിക്കൊണ്ട് അവരോട് ചേർന്ന് കിടക്കുന്ന സന്ദർഭത്തിലാണ് ചോദ്യം. ഒരേ കിടക്കയിൽ, ഒരേ ബെഡിൽ, ഒരേ വീട്ടിൽ കിടക്കുന്ന ആ സന്ദർഭത്തിലാണ് ചോദ്യം.
ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് മറുപടി പറയും? അവരുടെ മറുപടി കേൾക്കണോ? ഇന്നി ഉഹിബ്ബുക, പ്രവാചകരെ താങ്കളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഖുർബക, താങ്കൾ എന്റെ അടുത്തുണ്ടാകണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒന്നുകൂടെ, ഇന്നി ഉഹിബ്ബു ഹവാക, പ്രവാചകരെ താങ്കളുടെ മനസ്സിന്റെ തേട്ടമുണ്ടല്ലോ, മനസ്സിന്റെ ഇച്ഛയുണ്ടല്ലോ, മനസ്സിന്റെ ആഗ്രഹമുണ്ടല്ലോ, ആ ആഗ്രഹവും ഞാൻ ഇഷ്ടപ്പെടുന്നു. പ്രവാചകരെ അങ്ങേ ഞാൻ ഇഷ്ടപ്പെടുന്നു, അങ്ങ് എന്റെ അടുത്തുണ്ടാകണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു. പ്രവാചകരെ അതേപോലെ തന്നെ താങ്കളുടെ മനസ്സിന്റെ ഇഷ്ടത്തെ, ആഗ്രഹത്തെ, അതും ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് പ്രവാചകനെ നോക്കുമ്പോ അദ്ദേഹം എഴുന്നേറ്റ് പോയിട്ടുണ്ട്, സുജൂദിൽ കിടന്ന് കരയുകയാണ്. അദ്ദേഹം നമസ്കാരത്തിലായി കരയുകയാണ്. ആ കരത്തിൽ സുബ്ഹി ബാങ്ക് വരെ നീണ്ടു. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ വന്നു. അവിടെ ബാങ്ക് വിളി കഴിഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, റസൂലേ, കഴിഞ്ഞ പാപങ്ങളും ഉണ്ടെങ്കിൽ വരാനിരിക്കുന്ന പാപങ്ങളും അങ്ങനെ ഉണ്ടാവില്ല, എല്ലാം പൊറുക്കപ്പെട്ടു എന്ന് പടച്ചവൻ താങ്കൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. അങ്ങനെയുള്ള അങ്ങ് എന്തിനാണ് ഇത്രയധികം പടച്ചവന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നുകൊണ്ട് കരയുന്നത് എന്ന് ചോദ്യം. അപ്പോഴാണ് നാം ഈ വിഷയം ആരംഭിക്കുമ്പോ, ഈ ഖുതുബകൾ ആരംഭിക്കുക, അതിന്റെ തുടക്കത്തിലോതി ആയിട്ടുണ്ടല്ലോ, ഏതാണത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാന ഫഖിനാ അദാബൻ നാർ എന്ന ആയത്ത് ബിലാലെ എനിക്ക് ഇന്ന് രാത്രിയാണ് ഇറങ്ങിയത്. ഇന്ന് രാത്രിയാണ് ആയത്തിലേക്ക് എനിക്കിറങ്ങിയത്. ആ ആയത്ത് കേട്ടുകൊണ്ട്, പഠിച്ചുകൊണ്ട്, അറിഞ്ഞുകൊണ്ട് എനിക്കെങ്ങനെ ഉറങ്ങാൻ കഴിയും, എനിക്കെങ്ങനെ കരയാതിരിക്കാൻ കഴിയും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. എന്താണത്? ആകാശഭൂമികളിൽ നിങ്ങൾ ചിന്തിക്കണേ എന്ന്. എന്നിട്ട് എങ്ങനെ ചിന്തിക്കണം? ഇരുന്നും കിടന്നും നടന്നുമൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് തീർച്ചയായും ഇതിലൊക്കെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്, പാഠങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഈ ആയത്തിനെ എന്റെ മനസ്സിലിട്ടുകൊണ്ട് ഞാൻ ആലോചിക്കുമ്പോ എനിക്ക് കിടക്കാൻ കഴിയുമോ, എനിക്കിരിക്കാൻ കഴിയുമോ, എനിക്ക് സ്വന്തമായി അങ്ങനെ കഴിഞ്ഞുകൂടാൻ കഴിയുമോ? പടച്ചവന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ആലോചിക്കേണ്ടതല്ലേ എന്ന് പഠിപ്പിക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരച്ചിലിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ കിട്ടിയ മറുപടി. ഇപ്പൊ രണ്ട് കണ്ണുകൾ, ആ കണ്ണിലൊന്ന് ബക്കത്ത് മീൻ ഹച്ചിയത്തില്ല, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ കണ്ണാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ഇബ്നു മസ്ഊദ്, ഒന്ന് ഓതണേ, എനിക്ക് താങ്കളുടെ ഓത്ത് കേൾക്കാൻ പൂതിയാണ്, ആഗ്രഹമാണ്, എനിക്ക് മറ്റു വല്ലവനും ഓതുന്നത് കേൾക്കാൻ ആഗ്രഹമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതി, ഹത്താ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലായി ഷഹീദാ, എല്ലാ ഓരോ ഉമ്മത്തും സാക്ഷ്യം വഹിക്കുവാനുള്ള, അവർക്ക് വേണ്ടി സാക്ഷി പറയുന്ന ആളുകളുമായി വരും. മൂസാ നബിയുടെ സമുദായം, അവർക്ക് വേണ്ടി സാക്ഷി പറയാൻ അവിടെ മൂസാ നബിയുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമയുടെ സമുദായം, അങ്ങനെ ഓരോ ഉമ്മത്തും കൂട്ടം കൂട്ടമായി അവിടെ വരികയും അവിടെ സാക്ഷി പറയുന്ന ആളുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോ ഈ ഉമ്മത്തിനെ കൊണ്ടുവരുന്നു, ഈ മഹാ ഉമ്മത്തിനെ കൊണ്ടുവരുന്നു, ഏറ്റവും വലിയ ഉമ്മത്തിനെ കൊണ്ടുവരുന്ന പ്രവാചകരെ. എന്നിട്ട് അവർക്ക് വേണ്ടി സാക്ഷി പറയാൻ, അവരോട് എന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് സാക്ഷി പറയാൻ വേണ്ടി പ്രവാചകരെ താങ്കളെ കൊണ്ടുവരികയും ചെയ്യുന്ന സന്ദർഭം ഒന്നോർക്കണേ എന്ന് ആയത്തോതിയപ്പോ റസൂലിന്റെ കണ്ണുകൾ നനയുകയാണ്, അല്ല റസൂലിൽ കരയുകയാണ്. ആ കണ്ണുകളിലേക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു താനൊന്ന് കണ്ണു ഉയർത്തി നോക്കിയപ്പോ കണ്ടതെന്താണെന്നറിയാമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ തദ്റഫാൻ, അതങ്ങനെ നനഞ്ഞു കുതിർന്നിട്ടുണ്ട്. ആ താടിയിലൊക്കെ നനങ്ങൾ പറ്റിയിട്ടുണ്ട്. ആ താടിയിലൂടെ കണ്ണുനീരിങ്ങനെ താങ്കൾ ഒലിച്ചിറങ്ങുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, മതി ഇബ്നു മസ്ഊദ്, മതി, ഓതേണ്ടതില്ല, നിർത്താം. പ്രവാചകൻ ഓത്തുകേൾക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല, ശക്തിയുണ്ടായിരുന്നില്ല. ഒരിക്കൽ തന്റെ അയൽപക്കത്തു നിന്ന് ഒരു സ്ത്രീ ഓതുകയാണ്. ഒരു വൃദ്ധയായ സ്ത്രീയുടെ ഓത്ത് കേൾക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണെന്നറിയാമോ? ഹൽ അതാക ഹദീസുൽ ഹാശിയ, എല്ലാം മൂടിക്കളയുന്ന
ഒന്നും കാണാൻ പറ്റാത്ത, എല്ലാത്തിന്റെയും അന്ത്യം കുറിക്കപ്പെടുന്ന വിധത്തിലുള്ള ആ വാർത്ത പ്രവാചകരെ താങ്കൾക്ക് എത്തിപ്പെട്ടിട്ടുണ്ടോ? താങ്കൾക്കറിയോ ആ വാർത്ത താങ്കൾക്ക് എത്തിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ട് മറുപടി പറയുകയാണ് ചോദ്യത്തിന്. ആ ചോദ്യം എന്നോടാണ്. ഹല്ലതാക, നിനക്ക് വന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം. പ്രവാചകൻ പറഞ്ഞു, എനിക്ക് വന്നിട്ടുണ്ട് റബ്ബേ, എനിക്ക് വന്നിട്ടുണ്ട് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുകയാണ് എന്നാണ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ കണ്ണുകൾ, ആ കണ്ണുകളെ നരകം ബാധിക്കുകയില്ല. ആ കണ്ണുകളിലേക്ക് തീ ബാധിക്കുകയില്ല. നരകത്തിലേക്ക് കടക്കേണ്ടി വരികയില്ല. ഒരു കണ്ണുകൂടിയുണ്ട്. ഏതാണെന്നറിയാമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കണ്ണുകളെ പരിചയപ്പെടുത്തുന്നു. രണ്ട് വിധത്തിലുള്ള കണ്ണുകളെ പരിചയപ്പെടുത്തുന്നു. ആ കണ്ണുകളിൽ കണ്ണുനീര് തൂകിയിട്ടുണ്ട്, കണ്ണുനീര് വന്നിട്ടുണ്ട്. ഉപ്പ മരിച്ചതിന്റെ പേരിൽ, ഉമ്മ മരിച്ചതിന്റെ പേരിൽ, സ്വന്തക്കാർ വിട്ടുപിരിഞ്ഞതിന്റെ പേരിൽ, വേണ്ടപ്പെട്ടവർക്ക് പ്രയാസം വന്നതിന്റെ പേരിൽ, കടം വന്ന് കയറിയതിന്റെ പേരിൽ, ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടായതിന്റെ പേരിൽ അങ്ങനെ കരഞ്ഞതല്ല, പടച്ചവനെ ഓർത്തുകൊണ്ട് കരഞ്ഞതാണ്. രണ്ടാമതൊരു കണ്ണുകൂടെ ഏതാണെന്ന് അറിയാമോ? ആ കണ്ണുകളിൽ നരകം തീണ്ടാത്ത രണ്ടാമത്തെ ഒരു കണ്ണ്, അത് രാത്രിയിൽ കഴിച്ചുകൂട്ടി കണ്ണ് വെട്ടാതെ കണ്ണ് കൂട്ടാതെ ഉറങ്ങാതെ കഴിച്ചു കൂട്ടിയതാണ് ആ കണ്ണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിന്നുകൊണ്ട് യുദ്ധക്കളത്ത് പോകുമ്പോ ആ യുദ്ധത്തിന് പങ്കെടുക്കേണ്ട ആളുകളൊക്കെ അവരുടെ ടെന്റുകളിലേക്ക് ചെന്ന് ഒരല്പസമയം കിടന്നിറങ്ങുമ്പോ, അല്ലെങ്കിൽ ആ ടെന്റുകളിൽ കയറി പടച്ചവന്റെ മുമ്പിൽ സുജൂദിലായി കിടക്കുമ്പോ വേറെ കുറച്ച് ആളുകളുണ്ട്. അവർ ടെന്റിന് പുറത്തും കാവൽ നിൽക്കുകയാണ്. ആ ടെന്റിന് പുറത്ത് ആയുധമേന്തി കാവൽ നിൽക്കുന്ന ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഇസ്ലാമിന്റെ പോരാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി കാവൽ നിൽക്കുന്ന, രാത്രിയിൽ ഉറക്കൊടിക്കുന്ന കണ്ണുകളുണ്ട്. ആ കണ്ണുകളും നരകം ബാധിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പൊ പടച്ചവനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണുകൾ, ആ കണ്ണുകൾ അള്ളാഹുവിന്റെ അർശിന്റെ തണലിന് അതാ ഭാഗ്യം ശ്രദ്ധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ആളുകളാണ്, അവരുടെ കണ്ണുകളാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന അടുത്ത വിഭാഗം. വറജുലിൻ, വേറൊരു മനുഷ്യൻ, ദഅതുഹു ഇംറഅത്തുൻ, ഒരു സ്ത്രീ അയാളെ ക്ഷണിക്കുന്നു. ഹുസ്നുള്ള ഭംഗിയുള്ള, വജമാലിൻ, അതേപോലെ എല്ലാ വിധത്തിലുള്ള സൗന്ദര്യവുമുള്ള ഒരാളാണ് വിളിക്കുന്നത്. ഫഖാല, വിളിച്ചു. സൗകര്യമുണ്ട്, എല്ലാ വിധത്തിലുള്ള സൗകര്യവും സന്ദർഭവുമുണ്ട്. അവിടെ വെച്ച് മനുഷ്യൻ പറയുന്നത്, ഫഖാല, അവൻ പറയുന്നു, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് ഈ പണിക്ക് ഞാൻ വരില്ല, ഈ ഒരു കാര്യത്തിന് ഞാൻ ഏർപ്പെടില്ല എന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാവുന്ന, ഏറ്റവും ഇവരെ പക്ഷേ കാലങ്ങളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാഗ്രഹം, അതിനുള്ള സാഹചര്യവും സന്ദർഭവും ഒത്തുവന്ന് ഒരു സ്ത്രീ വിളിച്ചു. ചില്ലറ സ്ത്രീയല്ല, സൗന്ദര്യമുള്ള സ്ത്രീയാണ്, എല്ലാവരും ഒരുക്കങ്ങളോടുകൂടി വന്ന സ്ത്രീയാണ്. അവൾ വിളിച്ചപ്പോ ഈ മനുഷ്യന്റെ മനസ്സ് പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ കൽപ്പനയെ ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിയുന്ന മനുഷ്യൻ, അവനും അള്ളാഹുവിന്റെ അർശിന്റെ തണലിൽ ലഭിക്കും. വേറൊരാൾ, വറജുലിൻ, ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? തസദ്ദഖ ബിസദഖത്തിൻ, അദ്ദേഹം ദാനം ചെയ്തിരിക്കുന്നു, സദഖ കൊടുത്തിരിക്കുന്നു. അതിനെ വളരെ ഗോപ്യമാക്കി വെച്ചിരിക്കുന്നു, മറച്ചു വെച്ചിരിക്കുന്നു. എന്താണ് തന്റെ വലതു കൈ ചെലവഴിച്ചത് എന്ന് അവന്റെ തന്നെ സ്വന്തം ഇടതു കൈ അറിഞ്ഞിട്ടില്ല. വലതു കൈ കൊണ്ട്, തന്റെ വലതു കൈ കൊണ്ട് കൊടുത്തത് അവന്റെ സ്വന്തം ശരീരത്തിലെ അവന്റെ തന്നെ ഒരു പാർട്ടായ അവന്റെ കൂടെയുള്ള രണ്ടാമത് അവന്റെ കൈ അറിഞ്ഞിട്ടില്ല, ഇടതു കൈ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ധർമ്മം ചെയ്തവൻ, അങ്ങനെ സ്വകാര്യമായി പടച്ചവനെ മാത്രം ഓർത്തുകൊണ്ട് പടച്ചവരിൽ നിന്നുള്ള പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ധർമ്മം ചെയ്ത ആളുകളുണ്ടല്ലോ, അവർക്കും അള്ളാഹുവിന്റെ അർശിന്റെ തണല് ലഭിക്കും. പരലോകത്ത് ചെന്നാൽ, പരലോകത്ത് മഹിശറയിലെ ഏറ്റവും കഠിനമായ ആ
ചൂടിനെ തരണം ചെയ്യാൻ അള്ളാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ഇല്ല. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പടച്ചവനോട് മാത്രം, പടച്ചവനെ ഓർത്തുകൊണ്ട് കരയുക, പടച്ചവന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് പോവുക. അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അർശിന്റെ തണൽ ലഭിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. ഇനി അങ്ങോട്ട് മുന്നോട്ട് നീങ്ങിയാലോ, മഹ്ശറയിൽ നിന്ന് മുന്നോട്ട് നീങ്ങിയാൽ ഉള്ള ശിക്ഷ എന്ന് പറയുന്നത് കഠിനമായ നരകമാണ്. ആ നരകത്തെ എന്തൊക്കെ പേരുകളിലാണ്, എന്തൊക്കെ വിധത്തിലാണ് അതിന്റെ ചൂടിന്റെ കാഠിന്യം പറഞ്ഞുകൊണ്ട് അള്ളാഹു പരിചയപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. നാറിൻ ഹമീം, അതികഠിനമായ ചൂടേറിയ നരകം, ജഹന്നം, നാറ് എന്നൊക്കെ പറഞ്ഞ് വിവിധ പേരുകളിൽ അള്ളാഹു നരകത്തെ പരിചയപ്പെടുത്തി. ആ ചൂട് അതികഠിനമാണ് എന്ന വിധത്തിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യൂത്ത യൗമൽ ഖിയാമത്തി, ഒരു മനുഷ്യനെ അള്ളാഹു കൊണ്ടുവരുന്നു. ഈ ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ അനുഗ്രഹം അനുഭവിച്ച, ഏറ്റവും വലിയ പറുദീസയിൽ, ഏറ്റവും വലിയ സ്വർഗീയ ജീവിതത്തിൽ കഴിഞ്ഞുകൂടിയ ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നു. പിന്നാരി, അവനെ നരകത്തിലേക്ക് ഒന്ന് മുക്കിയെടുക്കുന്നു. ഒരു ഈച്ചയെ പിടിച്ച് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്ത് പുറത്തേക്കിടുന്നത് പോലെ ഈ മനുഷ്യനെ നരകത്തിലേക്ക് ഒന്നെടുത്ത് മുക്കിയെടുക്കുന്നു. പിന്നാർ ഓമസത്തൻ, ചെറിയൊരു മുക്ക, ഒന്ന് കാണിച്ചിട്ടേ ഉള്ളൂ, വെള്ളം ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ നരകത്തിന്റെ ചൂടിലേക്ക് ഒന്ന് മുക്കിയെടുത്തതാണ് അവൻ നരകത്തിന്റെ അവകാശിയാണ്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് അവനോടൊരു ചോദ്യമുണ്ട്, നീ ഐഹിക ജീവിതത്തിൽ ജീവിച്ചപ്പോ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ നിനക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നീ വല്ലതും കണ്ടിട്ടുണ്ടായിരുന്നോ ഐഹിക ജീവിതത്തിൽ എന്നാണ് അവനോട് ചോദ്യം. പയപ്പോലു, അവൻ പറയുന്നതില്ല, ഇല്ല അല്ലാഹുവേ, ഇല്ല, ഞാൻ ഒന്നും അനുഭവിച്ചിട്ടില്ല. ഐഹിക ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഞാൻ അനുഭവിച്ചതായി എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം കഠിനമാണ് ഈ നരകത്തിന്റെ ചൂട് എന്നയാൾ പറഞ്ഞു പോവുകയാണ്. കാരണം നരകത്തിലേക്ക് ഒരു പ്രാവശ്യം മാത്രമാണ് അയാളെ പിടിച്ചു മുക്കിയതെങ്കിലും ആ നരകത്തിന്റെ ഭീകരമായ ചൂടും അതിന്റെ കഠോരമായ അവസ്ഥകളുമൊക്കെ ആ മനുഷ്യൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞു പോവുകയാണ്, പടച്ചവനെ, ഐഹിക ജീവിതത്തിൽ വെച്ച് ഞാൻ എത്രമാത്രം അനുഗ്രഹങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിലും ഇവിടെ എത്തുമ്പോ ഈ നരകത്തിന്റെ ചൂട് കാണുമ്പോ അതൊന്നും ഒരനുഗ്രഹമേ ആയിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എന്ന് പറയാം. അതാണ് നമുക്ക് അനുഭവിക്കാൻ, ഒരു പക്ഷേ ശിക്ഷ ഏൽക്കേണ്ടി വരുന്ന ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന നരകശിക്ഷ ഓർക്കുക. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി മുഹമ്മദിൻ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി ദുൽ ഫദ്ലി വൽ വഫാ. അമ്മാ ബഅദ്. ഉസീകും വഇയ്യായ താനിയം ബിത്തഖ്വല്ലാഹ്. പടച്ചവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എന്നും ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു, പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുന്നു. നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണത്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ നീ ഹസനത്ത് നൽകണേ, നന്മ നൽകണേ. വഫിൽ ആഖിറതി ഹസനത്തൻ, പരലോകത്തിൽ ഞങ്ങൾക്ക് നന്മ നൽകണമേ. വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ. ഇവിടെ ഞങ്ങൾക്ക് നന്മ വേണം, നാളെ പരലോകത്തിലും ഞങ്ങൾക്ക് നന്മ വേണം. വഖിനാ അദാബന്നാർ, നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തരളണമേ. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സഅലല്ലാഹ അൽ ജന്ന സലാസ മർറാത്ത്, ഒരാൾ അള്ളാഹുവിനോട് 3 പ്രാവശ്യം സ്വർഗം ചോദിച്ചാൽ, സ്വർഗം തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഫിർദൗസ, സ്വർഗം തരണേ, ഫിർദൗസ് തരണേ എന്നൊക്കെ. സ്വർഗത്തിലെ ഏറ്റവും ഉയർന്നതായ സ്ഥാനമാണ് ഫിർദൗസ് എന്ന് പറയുന്നത്. അങ്ങനെ ചോദിച്ചാൽ ഖാലത്തുൽ ജന്ന, സ്വർഗം അള്ളാഹുവിനോട് പറയും, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, എന്നോട് 3 പ്രാവശ്യം സ്വർഗത്തിന് വേണ്ടി ചോദിച്ച
ഈ മനുഷ്യന് നീ സ്വർഗം കൊടുക്കണമേ എന്ന് സ്വർഗം ഈ മനുഷ്യന് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നതാണ്. അതേപോലെ നരകത്തിൽ നിന്നും രക്ഷപ്പെടണേ എന്ന് ആരെങ്കിലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അപ്പൊ നരകം പറയുന്നത് അല്ലാഹുമ്മ അഖ്രിജ്ഹു മിനന്നാർ, പടച്ചവനെ ഈ മനുഷ്യനെ നരകത്തിൽ നിന്നും നീ മോചിപ്പിക്കണമേ എന്ന് നരകവും ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ 3 പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന, പടച്ചവനെ നിന്നോട് ഞങ്ങൾ സ്വർഗം ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനന്നാർ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഫിത്നത്തിൽ മഹിയ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഫിത്നത്തിൽ മമാത്, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അദാബിൻ നാർ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനകളൊക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ പടച്ചവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് 3 പ്രാവശ്യം നമ്മൾ പറയുമ്പോൾ ഈ നരകവും സ്വർഗവും ഒക്കെ നമുക്ക് വേണ്ടി നമുക്ക് അനുകൂലമായി പ്രാർത്ഥിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു അവന്റെ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം നൽകി നമ്മെ ഓരോരുത്തരെയും അല്ലാഹു ആദരിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ അവൻ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും നമ്മുടെ കുടുംബക്കാരെ എല്ലാവരെയും അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവരുടെ കടം അല്ലാഹു പൂർത്തീകരിച്ച് കൊടുക്കുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. പടച്ചവനെ ഈമാൻ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുമാറാകണേ തമ്പുരാനെ. യാത്രകൾ ഉദ്ദേശിച്ച പല ആളുകളുണ്ട് അടുത്ത ആഴ്ചകളിലായി നാട്ടിലേക്കൊക്കെ പോകുന്ന അവരുടെ യാത്രകൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു അവർക്കും അവരുടെ കുടുംബത്തിനും രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ അവരോരോരുത്തരും തങ്ങളുടെ കുടുംബത്തെ കാണാൻ എന്തുമാത്രം സന്തോഷത്തോടുകൂടി ആഗ്രഹിക്കുമോ ആ സന്തോഷം പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് പോകാനും തിരിച്ച് ഒരു പ്രയാസങ്ങളും ഇല്ലാതെ അവരുടെ ജോലികളിലേക്ക് തന്നെ തിരിച്ചു വരാനും അല്ലാഹു അവരെ നീ അനുഗ്രഹിക്കുമാറാകണേ തമ്പുരാനും. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب سراهم وجعل الجنة مأواهم. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. Allah